Hello everyone, how are you all? Welcome to another episode of English with Habish. So today we are going to have a look into the WH questions. Okay, WH questions എങ്ങനെയാണ് simple tenses create ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. Okay, so first of all let's get into the classroom. ടീച്ചർ ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴാണ് രാവിലെ ഉണരുന്നത്? നിങ്ങൾ എപ്പോഴാണ് രാവിലെ ഉണരുന്നത്? Question, നിങ്ങൾ എപ്പോഴാണ് രാവിലെ ഉണരുന്നത്? So this question is a routine action. Simple present tense ന്റെ കീഴിലാണ് ഇത് വരിക. So ആദ്യമായിട്ട് നമ്മൾ ഒരു ഓക്സിലറിനെ കണ്ടുപിടിക്കണം. ഇവിടെ സബ്ജക്റ്റ് യു ആണ്. അപ്പോൾ യു, ഐ, ദേ, വി, പ്ലൂറൽ സബ്ജക്ട്സ് ഇവർക്കൊക്കെ വേണ്ട ഓക്സിലറി ഡു ആണ്. പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് WH ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് റൂളാണ്. ആദ്യം വി ഷുഡ് പ്ലേസ് ദ WH ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം ഓക്സിലറിനെയാണ് പ്ലേസ് ചെയ്തതെങ്കിൽ WH ക്വസ്റ്റ്യനിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് WH വേർഡിനെയാണ്. ഓക്കെ, സോ ഇവിടെ എന്താണ് WH വേർഡ്? വെൻ ആയിരിക്കണം WH വേർഡ്, അല്ലെ എപ്പോൾ. സോ വെൻ പറഞ്ഞു, അതിനുശേഷം നമ്മൾ ഓക്സിലറിനെ ഇട്ടു, പിന്നെ സബ്ജക്റ്റ്, പിന്നെ വേർബ് 1 V1 ഫോം in the morning. So ഇവിടെ ഉള്ള നമ്മുടെ ഫോർമുലയാണ് ക്വാസം. Question word, auxiliary, subject, main verb. When do you wake up in the morning? So whenever you create a question in simple tenses, use this formula, quasum. Question word, auxiliary, subject, main verb. When do you wake up in the morning? അപ്പോൾ ജോണി ഉത്തരം പറയുന്നു, I wake up at 6 o'clock in the morning. ഞാൻ രാവിലെ 6 മണിക്ക് ഉണരും. Okay, so this is in the simple present tense, subject plus V1 form of the verb. അടുത്തതായി ടീച്ചർ ചോദിക്കുന്നു, നിങ്ങളുടെ അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? So question ഇതാണ്, നിങ്ങളുടെ അച്ഛൻ എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഇതൊരു പെർമനന്റ് സിറ്റുവേഷൻ ആണ്. സബ്ജക്റ്റ് എന്താണ്? യുവർ ഫാദർ ആണ്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾക്ക് ആവശ്യം ഡസ് ആണ്. സിംഗുലർ സബ്ജക്റ്റിന് ഹി, ഷീ, ഇറ്റിനൊക്കെ നമുക്ക് വേണ്ട ഓക്സിലറി ഡസ് ആണ്. WH വേർഡ് ഏതാണ്? എവിടെ എന്നതിന് വെയർ ആണ് വേണ്ടത്. സോ ഒബ്വിയസ്ലി നമ്മുടെ റൂള് പ്രകാരം നമ്മൾ WH ക്വസ്റ്റ്യൻസിൽ ആദ്യം നമ്മൾ വെയർ എന്ന ക്വസ്റ്റ്യൻ വേർഡ് ഇടണം. അതിനുശേഷം ഓക്സിലറി ഡസ്, പിന്നെ സബ്ജക്റ്റ് ദാറ്റ് ഈസ് യുവർ ഫാദർ, പിന്നെ വർക്ക്. സോ വേർ ഡസ് യുവർ ഫാദർ വർക്ക്? ഇവിടുത്തെ ഫോർമുല സെയിം റിപ്പീറ്റേഷൻ ആണ്, ക്വാസം. അപ്പോൾ ജോണി എണീച്ചിട്ട് ഉത്തരം പറയുന്നു, മൈ ഫാദർ വർക്ക്സ് ഇൻ XYZ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. എൻ്റെ അച്ഛൻ XYZ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ ജോലി ചെയ്യുന്നു. സോ ഉത്തരം പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ തന്നെയാണ്, സബ്ജക്ട് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. അടുത്ത ചോദ്യം, ടീച്ചർ ചോദിക്കുന്നു, നിങ്ങൾ ഇന്നലെ എന്താണ് പഠിച്ചത്? സോ ഒബ്വിയസ്ലി ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഇൻ ദ പാസ്റ്റ് ടെൻസ്. സോ നമ്മൾ പാസ്റ്റ് ടെൻസിന് വേണ്ടി നമ്മൾക്കറിയാം ഉപയോഗിക്കേണ്ട ഓക്സിലറിയാണ് ഡിഡ്. ഏതായിക്കോട്ടെ സബ്ജക്റ്റ്, ഓക്സിലറി വേണ്ടത് ഡിഡ് ആണ്. പിന്നെ നമ്മൾ WH വേർഡ് എന്താണ് അതിനുള്ളത് വാട്ട് എന്ന ചോദ്യമാണ്. വാട്ട്, ഡിഡ് എന്ന ഓക്സിലറി, കാരണം പാസ്റ്റ് ടെൻസ് ആണ്. യു സ്റ്റഡി, V1 ഫോം ആണ് വന്നിട്ടുള്ളത്. സ്റ്റഡീഡ് അല്ല വന്നിട്ടുള്ളത്, സ്റ്റഡി ആണ് വന്നിട്ടുള്ളത്. യെസ്റ്റർഡേ. സോ വാട്ട് ഡിഡ് യു സ്റ്റഡി യെസ്റ്റർഡേ? നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റഡീഡ് എന്നല്ല വന്നിട്ടുള്ളത്, V2 ഫോം അല്ല വന്നിട്ടുള്ളത്, V1 ഫോം ആണ്. എന്തുകൊണ്ടാണ് V1 ഫോം വന്നത്? കാരണം നമ്മൾ നേരത്തെ മുമ്പിൽ ഒരു വീഡിയോയിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഡിഡ് വന്നാൽ നമുക്ക് ഓൾറെഡി മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ പോകുന്നത് പാസ്റ്റ് ടെൻസ് അല്ലാന്ന്. സോ വൺസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഇത് പാസ്റ്റ് ടെൻസിലാണ്, വീണ്ടും പാസ്റ്റ് ടെൻസ് ആണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. സോ വാട്ട് ഡിഡ് എന്നതിന് ശേഷം സബ്ജക്റ്റിൻ്റെ കഴിഞ്ഞിട്ട് V1 ഫോം മതി. വാട്ട് ഡിഡ് യു സ്റ്റഡീഡ് എന്ന് ആവശ്യമില്ല, വാട്ട് ഡിഡ് യു സ്റ്റഡി യെസ്റ്റർഡേ എന്ന് മാത്രം മതി. ഓക്കെ, സോ എല്ലാവരും തെറ്റിക്കുന്നത് ഇവിടെയാണ്. ഒരുപാട് പേര് പറയും വാട്ട് ഡിഡ് യു സ്റ്റഡീഡ് എന്ന്. പക്ഷേ ഡിഡ് വന്നതിന് ശേഷം പിന്നെ പാസ്റ്റ് ടെൻസ് പറയേണ്ട ആവശ്യമില്ല, പിന്നെ V1 ഫോം മതി. ഓക്കെ, സോ they replied, we studied simple past tense yesterday. Okay, subject plus V2 form of the verb. അടുത്തതായി ടീച്ചർ ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ചോദ്യമാണ് ചോദിക്കുന്നത്. വേനൽ അവധിക്കാലത്ത് നിങ്ങൾ എവിടെ പോകും? So this is the question. This is under simple future tense.
സോ ദ ഓക്സിലറി ഷുഡ് ബി വിൽ. ഫ്യൂച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഓക്സിലറി ഉപയോഗിക്കേണ്ടത് നമ്മൾ വില്ലാണ്. ഓക്കെ, നമ്മൾ ഏത് WH വേർഡാണ് ഉപയോഗിക്കേണ്ടത്? വെയർ ആണ്, എവിടെ എന്നല്ലേ. സോ ആദ്യം നമ്മൾ വെയർ ഇട്ടു, അതിനുശേഷം വിൽ എന്ന ഓക്സിലറി, യു സബ്ജക്റ്റ് ഗോ ഡ്യൂറിങ് ദ സമ്മർ വെക്കേഷൻ. Where will you go during the summer vacation? Always follow quasum. Okay. So ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെയിൻ വേർബ് വരുന്നത് V1 ഫോമിലാണ്. WH question plus will plus subject plus V1 form. ഈ V1, V2, V3 എന്നിലൊക്കെ സംശയമുള്ള ആൾക്കാർ നമ്മുടെ ഒരു വീഡിയോ ഉണ്ട്, ഇതേ പ്ലേലിസ്റ്റിൽ തന്നെ കിട്ടും. So just watch it. So he answers, Johnny എവിടെയാണ് പോകുന്നത്? I will go to Paris. Johnny പാരീസിലേക്കാണ് പോകുന്നത്. Subject plus will plus V1 form of the verb. So thank you for watching.